എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.kannur.university.ac.in എന്ന വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് FIUGP 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് FIUGP കോളേജസ് ആൻഡ് FIIMB ഡിപ്പാർട്ട്മെൻറ്റ്സ് അഡ്മിഷൻ 2025 ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു FIUGP കോളേജസ് എന്ന് പറഞ്ഞാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളത് കോളേജസിൽ വെച്ചിട്ടാണ് നടത്തുക. FIIMB എന്ന് പറഞ്ഞാൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാം എന്നാണ്. അത് യൂണിവേഴ്സിറ്റിയുടെ തലശ്ശേരിയിലെ പാലാട് ക്യാമ്പസിലും അതുപോലെ കണ്ണൂരും വെച്ചിട്ടാണ്. കണ്ണൂർ ക്യാമ്പസിൽ അപ്പോൾ പാലാടാണ് ക്യാമ്പസ് ഉള്ളത്. അപ്പോൾ അവിടെ വെച്ചാണ് അതിൻ്റെ ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഈ ഒരു FIIMB എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രോഗ്രാം ലിസ്റ്റ് FIUGP FIIMB എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഹോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് FI എല്ലാം ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരമല്ല ജസ്റ്റ് കുറച്ച് അക്കങ്ങൾ കാണാം. അതാണ് എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു നമ്പേഴ്സ് വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും. അപ്പോൾ അതെന്താണ് എന്നുള്ളതനുസരിച്ച് ആ ഒരു കോഡ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CAP ID അതായത് ആപ്ലിക്കേഷൻ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കാൻ വരും. അപ്പോൾ ഇമെയിൽ ഐഡിയിലേക്ക് അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ഐഡിയിലേക്ക് ഈ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് ലോഗിൻ ചെയ്യുക. അതിൽ ലോഗിൻ അല്ല സൈൻ ഇൻ ഓപ്ഷനാണ്. അപ്പോൾ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിലാണ് കിട്ടിയത് ഏത് കോഴ്സിലാണ് കിട്ടിയതെന്ന ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതേസമയം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് എത്ര രൂപയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് അത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എത്ര രൂപയാണെന്നുള്ളത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് പ്രസ് റിലീസോ മറ്റോ ഇടുകയാണെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് എത്ര രൂപയാണ് ആ ഒരു ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക എന്നുള്ള കാര്യം നിലവിൽ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അതായത് ഈ ഒരു ഫീസും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇതിൽ വന്നിട്ടില്ല. അത് അല്പസമയത്തിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ആ ഒരു ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 20 ഓപ്ഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ആ ഒരു സീറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്തു. അതായത് ഇവിടെ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഫീ പേയ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഹയർ ഓപ്ഷൻ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്കിപ്പോൾ ഒരു 3ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു ആദ്യത്തെ സീറ്റ് അവിടെ നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോഴ്സിലേക്ക് ഞാൻ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു കോളേജ് തന്നെ മതി അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് തന്നെ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ആ ഒരു കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുക. അതല്ല വേണ്ടാതെ ഏതെങ്കിലും സെപ്പറേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാതെ അത് നിലനിർത്തി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ വേണ്ട എന്നുള്ളവർക്ക് ഹയർ ഓപ്ഷൻ ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ 6, 7, 8 എന്നിങ്ങനെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു
അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അത് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 24-ാം തീയതി വരെയാണ് ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. കാരണം ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. പിന്നീട് നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയുമില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.